മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആലുവ തൃക്കുന്നത്ത് സെമിനാരി വികൃത വിഭാഗത്തിന്റെ അതിക്രമത്തിനെതിരെ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇവൻസാർ അവതരിപ്പിക്കുന്ന പ്രതിഷേധ പ്രമേയം. മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാസനത്തിന്റെ ആസ്ഥാനമായ തൃക്കുന്നത്ത് സെമിനാരിയുടെ പള്ളിയിൽ ജനുവരി 31 അർദ്ധരാത്രിയിൽ മതിലും ഗേറ്റും തകർത്ത് കടന്നു കയറി സെമിനാരി മാനേജർ റോൻ ഫാദർ യാക്കൂബ് തോമസിനെയും വൈദിക വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അക്രമി സംഘത്തിന്റെ നിയമവാഴ്ചയോടും നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെയും അവഗണനപരമായ നടപടികളെയും അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇവൻസാർ ശക്തമായി അപലപിക്കുന്നു. അപ്പോസ്തോലിക ക്രൈസ്തവ സഭകൾ വിശുദ്ധ കൂദാശകളുടെ രാജ്ഞിയെ വിശ്വസിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാനയുടെ പരിപാവനതയെ കളങ്കപ്പെടുത്തി അക്രമികളുടെയും നെറികെട്ടവരുടെയും ക്രമഘട്ട പ്രവർത്തനങ്ങൾക്ക് മറയായി മാറ്റുവാൻ ശ്രമിക്കുന്ന ശ്രേഷ്ഠ എന്ന പേരും നികൃഷ്ടമായ പ്രവർത്തികളുമായി ക്രൈസ്തവർക്ക് അപമാനമായി യേശുക്രിസ്തുവാൽ സ്ഥാപിതമായ വിശുദ്ധ കുർബാനയെ അവഗണിക്കുന്ന അവരുടെ നടപടി ഞങ്ങൾ രക്ഷിക്കുന്നു. അക്രമികൾ മതനേതാക്കന്മാരെന്ന മറവിൽ തുടർന്നും അക്രമങ്ങൾ നേരിട്ട് നേതൃത്വം നൽകുന്നതും ക്രൈസ്തവ മൂല്യത്തിനും ധാർമ്മികതയ്ക്കും ഏൽപ്പിക്കുന്ന ആഘാതം കേരളത്തിലെ ക്രൈസ്തവ മതമേധാവിമാർക്ക് ആകമാന ദുഷ്പേരും അവമാനം വരുത്തിവെക്കുന്നതും ആണെന്ന് തിരിച്ചറിവ് വികൃത വിഭാഗത്തിലെ ചിന്താശേഷിയുള്ളവർക്കെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ കാലത്തമായ കടന്നുകയറ്റത്തിലും അക്രമത്തിലും വിശുദ്ധ കുർബാനയുടെ അവഗണനത്തിലും അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇവൻസാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അക്രമത്തിന് നേതൃത്വം നൽകിയ മതനേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവരെയും പങ്കെടുത്ത മുഴുവൻ അക്രമികളെയും നിയമപരമായി കൈകാര്യം ചെയ്ത് കേരളത്തിലെ ക്രമസമാധാന നീതിന്യായ വ്യവസ്ഥിതികളിലുള്ള സാധാരണ ജനത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കണമെന്ന് ഈ പ്രമേയത്തിലൂടെ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇവൻസാർ ബഹുമാനപ്പെട്ട കേരള സർക്കാരോട് അഭ്യർത്ഥിക്കുന്നു. അനുവാദനം റവറന്റ് ഫാദർ വി.സി. ജോസ് യൂണിറ്റ് പ്രസിഡന്റ്, അവതാരകൻ ഷിജു ജോ യൂണിറ്റ് സെക്രട്ടറി, അബുദാബി 7/2/2014. നമ്മളെ സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തി വളരെയധികം പ്രയാസഘട്ടത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അഭിമന്യനായ നമ്മുടെ പോളിക്കോസെർമേനിയോട് സംസാരിക്കുമ്പോഴേ പറയുകയുണ്ടായി, ഏതാണ്ട് 31-ാം തീയതിക്ക് 2 ദിവസങ്ങൾ മുമ്പ് കളക്ടർ വന്നിട്ട് തിരുമേനിയോട് ചോദിക്കുന്നു, അവിടെ വന്നിട്ട് ഈ പള്ളിയുടെ താക്കോല് കൊടുക്കണമെന്ന്. അപ്രകാരം അദ്ദേഹത്തെ വിളിച്ച് റൂമിൽ കൊണ്ടുവരുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 3-4 വർഷത്തെ ദീർഘമായിട്ട് പറഞ്ഞാൽ 3-4 വർഷമായിട്ട് കാണുന്ന കാര്യമാണ് നിങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ എന്നുള്ളത്. വളരെയധികം പ്രയാസത്തോടു കൂടിയും എന്നാൽ ആ ഭരണാധിപന് മനസ്സിലാക്കത്തക്ക രീതിയിൽ സഭയുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കടന്ന് കുറച്ച് സംസാരിക്കേണ്ടതായിട്ട് തിരുമേനിക്ക് സാധ്യമായി. ഏറ്റവും അദ്ദേഹം പറഞ്ഞു, ഈ താക്കോല് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കളക്ടറല്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി എന്നോട് പറയുന്നു അന്ന് ഞാൻ ഈ താക്കോല് അവിടെ കൊണ്ട് കൊടുക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ പുറകില് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. രണ്ടാമത്, നമ്മുടെ പിതാവ് അവിടെ ഇല്ലാതിരുന്നത് നമ്മളുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എന്തിനും മടിക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ ആ അച്ഛനെ അതിക്രൂരമായിട്ട് അച്ഛനെ മർദ്ദിച്ചു എങ്കിൽ നമ്മുടെ മെത്രാപ്പോലീത്തായെ ഇവർ വെറുതെ വിടത്തില്ലായിരുന്നു എന്ന് തർക്കമറ്റ സംഗതിയാണ്. തിരുമേനിയുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് ടി വി കൂടെ കാണാം, വളരെ പ്രയാസത്തോടു കൂടിയാണ്. അപ്രകാരം തന്നെ നമ്മുടെ പരിശുദ്ധ ബാബാ തിരുമേനി മനസ്സിന്റെ ഉള്ളില് നീറി ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ മാറ്റം ബാബ പറഞ്ഞിട്ടുള്ളത് പോലെ തീർച്ചയായിട്ടും സത്യം ജയിക്കും. അപ്രകാരം മാത്രമേ ഈ അതിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഈ തലമുറയിലെങ്കിലും ഈ സമാധാനം ഒന്ന് കാണുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രസ്ഥാനങ്ങളായിട്ട് പ്രാർത്ഥിക്കാം. ഈ 3 നയമ്പിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് സഭയിൽ സമാധാനം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ മീറ്റിംഗ് നടന്ന സന്ദർഭത്തിൽ സിറിയൻ ഓർത്തഡോക്സുകാർ മാത്രം വന്നില്ല. അത്താനാസോസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സിറിയയിൽ നിന്ന് അവർ വിസ വരെ എടുത്തിരിക്കുകയാണ്, ടിക്കറ്റ് വരെ എടുത്തവരാണ്. പക്ഷെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് വന്നേക്കരുത്. അത്രമാത്രം നമ്മളോട് യാതൊരു വിധത്തിലും ജോലിച്ചു പോകാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. എന്നാൽ
ഇതിനിടയ്ക്ക് പല ആൾക്കാരും വളരെയധികം ബുദ്ധിമുട്ടി അവർ കഴിയുന്നവരുണ്ട്. അവരൊക്കെ ഈ മാതൃസഭയിലേക്ക് തന്നെ തിരികെ വരുമെന്നുള്ള സംശയമില്ലാത്ത സംഗതിയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ മീറ്റിംഗും തുടർന്ന് വരുന്നതായ നോയമ്പുകളും ഇതിന് ഉതകട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഈ വിഷയം വെച്ച് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ തലമുറയിലെങ്കിലും ഈ സഭയിൽ സമാധാനം ഉണ്ടായിട്ട് ഈ തൃക്കുന്നത്ത് സെമിനാരിയിലും അപ്രകാരം കോലഞ്ചേരി പള്ളിയിലും കടമറ്റത്ത് പള്ളിയിലും ഒക്കെയും തന്നെ നമ്മളുടെ വാവായിക്ക് കയറി ആരാധിക്കുവാനൊക്കെ വേണം. നമ്മുടെ പിതാക്കന്മാർക്ക്, നമ്മുടെ അച്ഛന്മാർക്ക് കയറിയിട്ട് ആരാധിക്കുവാനും ബലിയർപ്പിക്കുവാനും സഹായം ലഭിക്കട്ടെ. ഒരു കാര്യം ചിന്തിക്കുക, കോലഞ്ചേരി പള്ളിയിൽ ഇന്ന് പാത്രകീസ് വർഷത്തിന് ഇതുപോലൊരു വിധി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ കുർബാന ചൊല്ലിയേ. യാതൊരു സംശയമുള്ള കാര്യമല്ല. എന്തിനും മടിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. ഈ മൂവാറ്റുപുഴ ഒരു പള്ളിയിൽ കയറിയിട്ട് അത്തനാസുസലമിന് പറഞ്ഞ കാര്യമാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സംഘം ഗുണ്ടകൾ 100% നമ്മുടെ ആൾക്കാരാണ്. അവിടെ കയറിയിട്ട് ആ പള്ളിക്ക് മുഴുവൻ അവരെല്ലാവരും കയറിയിട്ട് മൂത്രം ഒഴിച്ചിട്ട് പോയി. തിരുമേനി എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഇവരൊക്കെ എവിടെ പോയി അനുഭവിക്കുമെന്നുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആലയം എങ്ങനെ പരിപാലനമായി സൂക്ഷിക്കുവാൻ തക്കവണ്ണം നാം കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ സഹോദരങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് നല്ല ബുദ്ധി കൊടുക്കുവാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ഈ മീറ്റിങ്ങുകൾ അനുഭവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഇന്നത്തെ സഭയോടുള്ള ഈ കൂറിന് എല്ലാവരുമായ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ